ഈ SIR-ൽ പുറത്താക്കുന്ന വോട്ടർമാർ കൂടുതലുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിലാണ്. സംസ്ഥാനത്ത് പുറത്താക്കുന്ന വോട്ടർമാരിൽ 22% ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 1-2 സ്ഥാനങ്ങളിലെത്തിയ മണ്ഡലങ്ങളിൽ. സുരേഷ് ഗോപി ജയിച്ച തൃശൂരിലെ മണ്ഡലങ്ങളിൽ മാറിപ്പോയ വോട്ടർമാരുടെ പട്ടികയും വളരെ വലുതാണെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. മീഡിയ വൺ ഇൻവെസ്റ്റിഗേഷൻ. SIR-ന്റെ ആദ്യ പട്ടികയിൽ നിന്നും 25 ലക്ഷം പേർ പുറത്തു പോകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. ഇതിൽ 5.5 ലക്ഷം പേർ 22.26% പേർ BJP കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1-2 സ്ഥാനങ്ങളിൽ വന്ന 20 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ളവരാണ്. SIR നടപടികളുടെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നവരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്തുവിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പേരുള്ളത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലാണ്. 58,828 വോട്ടർമാർ. മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ 28%. BJP രണ്ടാമതെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. പുറത്താക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുതലുള്ള അടുത്ത മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവുമാണ്. 3 കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ. സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് വിജയിച്ചപ്പോൾ ഗുരുവായൂർ ഒഴികെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നേടിയിരുന്നു. ഈ 6 മണ്ഡലങ്ങളിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണവും കൂടുതലാണ്. ബൂത്ത് തല പരിശോധന നടത്തുമ്പോഴും ഈ രീതി തുടരുന്നത് കാണാം. സുരേഷ് ഗോപിക്ക് 550 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച തൃശൂർ മണ്ഡലത്തിലെ 29-ാം ബൂത്തിൽ പുറത്താക്കുന്ന വോട്ടർമാരുടെ എണ്ണം 337 ആണ്. ഇതിൽ 334 പേരും കണ്ടെത്താനാത്തവർ എന്ന വിഭാഗത്തിലാണ്. സംസ്ഥാനത്ത് ഒരു ബൂത്തിൽ നിന്നും പുറത്താക്കുന്ന വോട്ടർമാരുടെ ശരാശരി എണ്ണം 50 ആണ്. എന്നാൽ BJP ലീഡ് ചെയ്ത ബൂത്തുകളിൽ ഇത് പല മടങ്ങ് വർദ്ധിക്കുകയാണ്. സ്ഥലം മാറിപ്പോയ വോട്ടർമാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ച പ്രതിഭാസവും തൃശ്ശൂരിലെ മണ്ഡലത്തിൽ കാണാൻ കഴിയും. 16-ാം ബൂത്തിൽ പുറത്താക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം 191 ആണ്. അതിൽ 143 സ്ഥിരമായി മാറിപ്പോയവരാണ്. നഗരമണ്ഡലങ്ങളിൽ മാറിപ്പോകുന്ന വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കാറുണ്ട്. എറണാകുളം മണ്ഡലം ഉദാഹരണം. എന്നാൽ ഒല്ലൂരും മണലൂരും ആറ്റിങ്ങലും മഞ്ചേശ്വരവും ഉൾപ്പെടെ BJP ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അജ്ഞാത വോട്ടർമാരുണ്ട് എന്നതാണ് വസ്തുത. അജ്ഞാത വോട്ടർമാരുടെയും സ്ഥലം മാറിപ്പോകുന്ന വോട്ടർമാരുടെയും എണ്ണം BJP മുന്നിലെത്തുന്ന മണ്ഡലങ്ങൾ മാത്രം എന്തുകൊണ്ട് വർദ്ധിക്കുന്നു? തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ വോട്ട് ചോരിയും ഒരു ഘടകമായിരുന്നു എന്നുള്ള ആരോപണവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്. എന്തായാലും ഈ വോട്ട് കണക്കുകൾ മുഹമ്മദ് അസ്ലം തന്നെ വിശദീകരിക്കും കോഴിക്കോട് നിന്ന്. അസ്ലം, കഴിഞ്ഞ ദിവസം സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് നൽകിയ കണക്കുകൾ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ആ കണക്കുകൾ പ്രകാരവും BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ധാരാളം പേർ SIR-ൽ നിന്ന് പുറത്തായത് എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സംസ്ഥാന തലത്തിലുള്ള കണക്കെടുക്കുമ്പോഴും തിരുവനന്തപുരത്തൊക്കെ കണക്കെടുക്കുമ്പോഴും അത്തരം കണക്കുകൾ തന്നെ പുറത്തു വരുന്നത് അതൊരു യാദൃശ്ചികതയായി കണക്കാക്കാൻ കഴിയില്ല. എന്താണ് ഈ കണക്കുകൾ പറയുന്നത് അസ്ലം? ജിൽസി, വലിയ അസ്വാഭാവികത കണക്കുകളിലുണ്ട്. സംസ്ഥാനത്ത് നമുക്കറിയാം, തൃശ്ശൂരിൽ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി വിജയിക്കുന്നത്. അവിടുത്തെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും അവർ മുന്നിലെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെയും പ്രധാനപ്പെട്ട വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം, നേമം ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും അവർ മുന്നിലെത്തിയിരുന്നു. ആ മുന്നിലെത്തിയ മണ്ഡലങ്ങൾ അതോടൊപ്പം തന്നെ 2-ാം സ്ഥാനത്തും എത്തിയ 1-ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ 11 മണ്ഡലങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞ നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ 6 മണ്ഡലങ്ങൾ, തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, മണ്ണൂർ, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട, പിന്നെ ആറ്റിങ്ങൽ നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആറ്റിങ്ങലിന്റെ ഭാഗമായി ആറ്റിങ്ങൽ, കാട്ടാക്കട, ഈ മണ്ഡലങ്ങളാണ് അവർ മുന്നിൽ വന്നത്. ബാക്കി 9 മണ്ഡലങ്ങൾ തിരുവനന്തപുരം, പാലക്കാട്, കോവളം, നെയ്യാറ്റിങ്കര, കായംകുളം, മഞ്ചേശ്വരം, കാസർഗോഡ്, വർക്കല, ഹരിപ്പാട് തുടങ്ങിയ 9 മണ്ഡലങ്ങൾ അവർ 2-ാം സ്ഥാനത്തെത്തിയിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിലെ കണക്കെടുക്കുമ്പോൾ. ഈ 20 മണ്ഡലങ്ങളിലും ഇപ്പോൾ നമ്മൾ ഈ SIR-ന്റെ ഭാഗമായിട്ട് പുറത്താകുന്നവരുടെ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലം തിരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 20 മണ്ഡലങ്ങളിൽ ആകെ വരുന്നത് 5.5 ലക്ഷം പേരാണ്. അതായത് സംസ്ഥാനത്തുടനീളം ആകെ 25 ലക്ഷം പേരാണ് SIR-ന്റെ പട്ടികയിൽ നിന്ന് പുറത്താകുമ്പോൾ അതിൽ 5.5 ലക്ഷം പേർ, 22%-ലധികം, 22.26% പേരും ഈ BJP മുന്നിലെത്തിയ മണ്ഡലങ്ങളിലാണ് എന്നുള്ളത്
വളരെ അസ്വാഭാവികമായ കണക്ക് തന്നെ. കാരണം 140 മണ്ഡലങ്ങളാണ് നമ്മൾ സംസ്ഥാനത്ത് നിയമസഭാ മണ്ഡലങ്ങളുള്ളത്. അതിൽ 20 മണ്ഡലങ്ങളിലാണ് BJP 1ഉം 2ഉം സ്ഥാനങ്ങളെത്തിയത്. ഈ സ്ഥലങ്ങളിലാണ് SIR നിന്ന് ഏറ്റവും കൂടുതൽ പുറത്താക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കണക്ക്. രണ്ട്, നമ്മൾ ഇതിന്റെ ബൂത്ത് തലത്തിലുള്ള ഒരു പരിശോധന നമ്മൾ നടത്തുമ്പോൾ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ബൂത്തുകളിലെ എന്താണ് SIR എന്ന് പുറത്താക്കുന്നവരുടെ ഒരു അവസ്ഥ. കാരണം SIR എന്ന് പുറത്താക്കി AST ലിസ്റ്റിടുമ്പോൾ അത് എന്തുകൊണ്ടാണ് പുറത്താക്കുന്നത്? ഡെത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ അൺട്രേസബിൾ ആണോ, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത ആൾക്കാരാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം കൂടി കൊടുക്കാറുണ്ട്. അത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ തൃശ്ശൂരിലും തിരുവനന്തപുരത്തുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകിൽ അൺട്രേസബിൾ അജ്ഞാതർ എന്ന കൂട്ടത്തിലായിരിക്കും ഈ വോട്ടർമാരുടെ എണ്ണം, അല്ലെങ്കിൽ പൂർണ്ണമായും സ്ഥലം മാറി വരുന്നതായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഈ ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം 229 ബൂത്താണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ 29 ബൂത്ത്. ആ ബൂത്തിൽ 559 വോട്ടാണ് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം ലഭിച്ചത്. 337 പേര് അവിടെ വോട്ടിൽ നിന്ന് പുറത്താകുന്നത്. ആ 337 334 പേരും അജ്ഞാത വോട്ടർമാരാണെന്നുള്ളതാണ്. ഷിഫ്റ്റ് ചെയ്ത വോട്ടർമാരുടെ കണക്കും ആ അർത്ഥത്തിൽ ഭയങ്കരമായി വർദ്ധിക്കുന്നുണ്ട്. അതായത് 34 ബൂത്ത് നോക്കുമ്പോൾ അൺട്രേസബിൾ 139 ഷിഫ്റ്റ് ചെയ്തത് 158 ആകെ 332. കാരണം ശരാശരി ഉള്ള സംസ്ഥാനത്തുടനീളമുള്ള ശരാശരി ഒരു ബൂത്തിൽ നിന്ന് 50 പേര് 60 പേര് പുറത്താകുന്നുള്ളതാണ്. അതിൽ കുറെ ആൾക്കാർ മരിച്ചവരായിരിക്കും, കുറെ ആൾക്കാർ തിരിച്ചറിയാത്ത ആൾക്കാരായിരിക്കും. അതേസമയം BJPയുടെ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ അത് വലിയ തോതിൽ കൂടുന്നു. അതിൽ അജ്ഞാത വോട്ടർമാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നു. അതിൽ അസ്വാഭാവികതയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുള്ള വിശീലനവുമായി BJP വരും. അതോടൊപ്പം തന്നെ കോൺഗ്രസും CPM ഇതിൽ ആരോപണം വരും. എന്തായാലും തൃശ്ശൂരിൽ നേരത്തെ തന്നെ വോട്ട് ചോരി ഉണ്ടായിട്ടുള്ള കാര്യം അവിടുത്തെ CPയുടെ സ്ഥാനാർത്ഥി V. സുനിൽകുമാർ ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. കോൺഗ്രസും CPM ഒക്കെ ആരോപിച്ചിരുന്നു. ഈ പുതിയ കണക്കുകൾ കൂടി SIRന്റെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ആ ആരോപണം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്.